Hello dear students, Junior Instructor Wireman, AC Motors, സിംഗിൾ ആൻഡ് ത്രീ ഫേസ് എന്നുള്ളതിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ചാനലിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. ഞാൻ എൻ്റെ സ്ക്രീനിലോ എങ്ങാനും അതിൻ്റെ ലിങ്ക്സ് ഇടാം. ഓക്കെ, കാർഡായിട്ട് പ്ലേലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ പരീക്ഷ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ത്രീ ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഫെഡ് ഫ്രം ദ റോട്ടർ സൈഡ് with the stator winding short circuited. The frequency of the current flowing in the short circuited stator is dash. എന്താണ്? ഒരു ത്രീ ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഫെഡ് ഫ്രം എന്താണ് റോട്ടർ സൈഡ് വിത്ത് എന്തിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് കറണ്ട് ഫ്ലോയിങ് ഇൻ ദ ഷോർട്ട് സർക്യൂട്ടഡ് സ്റ്റേറ്റർ എത്രയായിരിക്കും? എന്തായിരിക്കും? സ്ലിപ്പ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റോട്ടർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സ്റ്റേറ്റർ കണ്ടക്ടർ ഈസ് സ്ലിപ്പ് സ്പീഡ് ആൻഡ് ഹെൻസ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു സ്ലിപ്പ് ഫ്രീക്വൻസി. എന്താണ് പറഞ്ഞേക്കണേ? റിലേറ്റീവ് സ്പീഡ് ഏതൊക്കെ തമ്മിലുള്ളത്? റോട്ടർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സ്റ്റേറ്റർ കണ്ടക്ടറിൻ്റെയും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എന്നുള്ളത് സ്ലിപ്പ് സ്പീഡാണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്തിന് ഈക്വൽ ആയിരിക്കും? സ്ലിപ്പ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ്, ആൻ 8-pole 3-phase 50 Hz induction motor is operating at a speed of 720 RPM. Frequency of the rotor current of the motor in hertz is dash. എന്താണ്? 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പോൾസ് എത്രയാണ്? 8 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സപ്ലൈ ഫ്രീക്വൻസി എന്താണ്? 50 Hz ആണ്. അപ്പോൾ റോട്ടർ സ്പീഡ് 720 RPM എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ NS ഈക്വൽ ടു എന്താണ്? 120 ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ പി. ഓക്കെ, അപ്പം എങ്ങനെയാണ്? നമ്പർ ഓഫ് പോൾസ്, അതായത് പി ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. സപ്ലൈ ഫ്രീക്വൻസി എത്രയാണ്? 50 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റോട്ടർ സ്പീഡ് എത്ര തന്നിട്ടുണ്ട്? 720 ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഫ്രീക്വൻസി എത്രയാണ്? അപ്പോൾ അത് നോക്കാനായിട്ട് എന്താണ് നമുക്ക് ആദ്യം തന്നെ വാല്യൂസ് ഇട്ട് നോക്കാം. 120 ഇൻറ്റു എഫ് എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ പി എത്രയാണ്? 8 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വെട്ടിച്ചെറുതാക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ 4, അപ്പോൾ ഇവിടെ 60 ആവും. ഇതിൽ 2, അപ്പോൾ ഇതിവിടെ എന്താവും? 30 ആവും. 2 എന്താണ്? 15 ഇൻറ്റു 50 അല്ലേ? ഓക്കെ, അപ്പോൾ അത് അറിയാത്തവർക്ക് ഞാനൊന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചു തരാം. അതായത് 120 ഇൻറ്റു 50 ബൈ 8 ആയിരുന്നു അല്ലേ? അപ്പോൾ 120 എന്ന് വെച്ചാൽ 60 ഇൻറ്റു 2 ആണ്, ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 8നെ 4 ഇൻറ്റു 2 എന്ന് എഴുതി കൂടെ? കോമൺ ആയിട്ടുള്ള 2ഉം 2ഉം വെട്ടിക്കളഞ്ഞു. ഇനി 60നെ നമുക്ക് 30 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു ബാക്കി 50. 4നെ 2 ഇൻറ്റു 2 എന്ന് എഴുതി കൂടെ? അപ്പോൾ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി. ഇനി 30 ബൈ 2 എത്രയാണ്? 15. അപ്പോൾ 15 ഇൻറ്റു 50 ആണ്. അപ്പോൾ അതെത്രയാണ്? 15 ഇൻറ്റു 50 25 750 ആണ്. നമുക്ക് എത്ര കിട്ടുന്നത്? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 750 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് കാണാൻ എന്താണ്? എസ് ഈക്വൽ ടു NS മൈനസ് NR ഡിവൈഡഡ് ബൈ NS. ഫോർമുല അറിയാം അല്ലേ? അപ്പോൾ എത്രയായിരുന്നു? NS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. 750 മൈനസ് NR എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 720 എന്ന് തന്നിട്ടുണ്ട്. 720 ഡിവൈഡഡ് ബൈ NS എത്രയാണ്? 750. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ മുകളിലുള്ളത് ആദ്യം പ്ലസ് മൈനസ് അങ്ങനെയുള്ളത് ചെയ്യുക. 750 മൈനസ് 720 എത്രയാണ്? 30 ആണ് അല്ലേ? 30 ബൈ 750. 0 വെട്ടിപ്പോയി. ഇനി 3 ബൈ ഇത് 25 ഇൻറ്റു 3 അല്ലേ? 75. 3ഉം 3ഉം വെട്ടിപ്പോയി. 1 ബൈ 25. അപ്പോൾ എത്ര കിട്ടും? 0.04 ആണ് ആൻസർ വരിക.
ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് 1/25 ചെയ്യാൻ അറിയാത്തവർക്കാണ് കാണിക്കണേ. ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ നോക്കുക. എന്താണ് 1/25 ചെയ്യും അല്ലേ. അപ്പോൾ 1ൻ്റെ ടേബിൾ 25 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ 0 ഇട്ടു. ഇനി പോയിൻ്റ് ഇട്ട് കൊടുക്കാം. പോയിൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. 10 25ൻ്റെ ടേബിൾ ഉണ്ടോ? ഇല്ല. പിന്നെയും ഒരു 0യും കൂടി ഇട്ട് കൊടുത്തു. 100 25 × 4 ആണ് എന്ത് 100. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 0.04 ആൻസർ കിട്ടിയത്. ഇനി F2 കാണാനായിട്ട് എന്താണ് F2 കാണാനായിട്ട് ചെയ്യുമ്പോൾ എന്താണ് 0.40 ഇൻറ്റു നമ്മുടെ ഫ്രീക്വൻസി ആയ 50 അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 50 ഇൻറ്റു ഏതാ പറഞ്ഞത് 0.4. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ 0.04 ആണ്. അപ്പോൾ പോയിൻ്റ് കാണുമ്പോൾ ചിലർക്ക് ഇപ്പോഴും ടെൻഷനാണ്. അപ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട. മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. 4 0 0 5 4 are 20. ഇനി 0 × 0 0 0 × 5 0 അല്ലേ. അപ്പോൾ 200 ഇട്ടു. ഓക്കെ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ആണ് പോയിൻറ്റിന്, വേറെ ഒരു നമ്പറിനും പോയിൻ്റ് ഇല്ല. അപ്പോൾ എന്താ നമ്മൾ ഉത്തരവും റൈറ്റ് ചെയ്യുന്ന 2 സ്ഥാനം നീക്കി കുത്തിടുക. ഓക്കെ, അപ്പോൾ 2 കിട്ടി. അപ്പോൾ 2 ആണ് നമ്മുടെ 2 ഹേർട്സ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആരോ വീഡിയോയിൽ കമൻ്റ് ഇട്ടിരുന്നു ഇങ്ങനെ പ്രോബ്ലംസിൻ്റെ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടത്. ഓക്കെ, സൊല്യൂഷൻ വേണം പ്രോബ്ലംസ് ചെയ്യുന്നത് ഇടണം എന്നൊക്കെ ആരോ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പറ്റാവുന്നത് ഞാൻ ഇട്ടതാണ്. ഓക്കെ, ഇനി അറിയുന്നവർ ക്ഷമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഇനി നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ ഫേസ് ആംഗിൾ ഓഫ് ദ sinusoidal waveform z of t equal to 75 sin 456 pi t plus 2 pi divided by 78. അപ്പോൾ എന്താണ് അതിൻ്റെ നമുക്ക് പൈ ഡിവൈഡഡ് ബൈ 39 ആണ് അതിൽ ആൻസർ വരിക. സാധാരണ നമ്മൾ സൈനസോഡിയൽ വേവ് ഫോം ജനറലി എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? v = Vm sin wt പ്ലസ് ആൽഫ എന്നുള്ള രീതിയിൽ. അവിടെ വി എം ആണ് പീക്ക് വാല്യൂ കാണിക്കുന്നത്. ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൽഫ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഫേസ് ഡിഫറൻസിനെ. ഓക്കെ, അപ്പോൾ എന്താണ് സൈനസോഡിയൽ വേവ് ഫോം ജനറലി എക്സ്പ്രസ് ചെയ്യുന്നത് v = Vm sin of wt പ്ലസ് ആൽഫ എന്നുള്ള രീതിയിലാണ്. വി എം റെപ്രസെൻ്റ് ചെയ്യുന്നത് പീക്ക് വാല്യൂ, ഡബ്ല്യു റെപ്രസെൻ്റ് ചെയ്യുന്നത് ആംഗുലാർ ഫ്രീക്വൻസി, ആൽഫ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. Next question, calculate the moment of inertia of the disk having a mass of 54 kg and diameter of 91 cm. എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ് ഇത് I = mr² × 0.5 എന്നുള്ള ഫോർമുല വെച്ചിട്ട്. ഇവിടെ നമുക്ക് 54 ആണ് ഏത് തന്നിരിക്കുന്നത്? mr² ഭാഗത്ത് എന്താണ് എം 54 തന്നിട്ടുണ്ട്. പിന്നെ 91 സെൻറ്റിമീറ്റർ എന്താ തന്നേക്കണേ? ഡയാമീറ്റർ ആണ് തന്നേക്കുന്നത് അല്ലേ. ഓക്കെ, ഏതായിരുന്നു ഫോർമുല? I = mr² × 0.5 എന്നുള്ള ഫോർമുല. ഇവിടെ എം നമുക്കറിയാം 54 ആണെന്ന്. 6 തന്നിട്ടില്ലേ, പക്ഷേ ഡയാമീറ്റർ തന്നിട്ടുണ്ട്. എത്ര? 91 തന്നിട്ടുണ്ട്. അപ്പം ഡയാമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് വരുന്നത് അല്ലേ. റേഡിയസ് = ഡയാമീറ്റർ ബൈ 2, അതായത് 91/2. ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേൻ ചെയ്യാം. 4 2s are 8, 11, 5 2s are 10, 1 ബാക്കി 0.2. ഇനി എന്താണ് ഇവിടെ 0 ഇട്ട് കൊടുത്തു 5 അല്ലേ. അപ്പോൾ റേഡിയസ് എത്ര കിട്ടി? 45.5 കിട്ടി. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് I = m എത്രയാണ്? 54 × r². എത്രയാണ് r നമുക്ക് കിട്ടിയത്? 45.5² × 0.5. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താണ് 54 × 45.5 × 45.5 × 0.5. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. പോയിൻ്റ് കൺസിഡർ ചെയ്യാതെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നോക്കിയാൽ പോയിൻ്റ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പോൾ ഉത്തരത്തിന് എന്താണ്? റൈറ്റിൽ നിന്ന് 3 പോയിൻ്റ് മാറ്റിയിട്ട് കുത്തിട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ എത്ര കിട്ടുക? 5.589 kg/m² ആണ്
എന്ത് നമ്മുടെ ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഡയാമീറ്റർ നമുക്ക് സെൻറ്റിമീറ്ററിലാണ് തന്നേക്കണേ. പക്ഷെ ഉത്തരം മീറ്റർ സ്ക്വയർ ആക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ റേഡിയസ് ഏത് സ്റ്റെപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 45.5 അത് സെൻറ്റിമീറ്ററിലായിട്ടില്ലേ, അപ്പോൾ അത് മീറ്റർ ആക്കുമ്പോൾ എന്താണ് 0.455 ആവും. ഓക്കെ, അങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോവാം. ഓക്കെ, 0.455 ഇൻറ്റു 0.5 ഇവിടെ 54 ഓക്കെ. അപ്പോൾ ഉത്തരം കിട്ടുമ്പോൾ എന്താണ് 3 3 6 7 സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ പോയിൻ്റ് കാണുമ്പോൾ ഇപ്പോഴും കുറേ പേര് പ്രശ്നങ്ങൾ പറയുന്ന കാരണം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, ഓറിയൻറ്റേഷൻ ഓഫ് റൊട്ടേഷണൽ ആക്സിസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് the thin spherical shell having a mass of 73 kg and a diameter of 36 cm. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനാണ് ഒരു തിന്നായിട്ടുള്ള സ്ഫെരിക്കൽ ഷെല്ലിൻ്റെ. അതിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 73, ഡയാമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത് 36 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്താണ്, ആദ്യം തന്നെ ഡയാമീറ്റർ കാണാനായിട്ട് റേഡിയസ് കാണാനായിട്ട് ഡയാമീറ്ററിൻ്റെ പകുതി, അതായത് 36/2 ചെയ്യണം അല്ലേ. അപ്പോൾ 18 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഇനി അതിനെ ഇവിടെ നോക്കിയാൽ കിലോഗ്രാം മീറ്റർ ആയിട്ടല്ലേ തന്നേക്കണം. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയാണ്, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ /100 ചെയ്യണം. അപ്പോൾ ഈ 18നെ /100 ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 0 ഉണ്ട് അല്ലേ. അപ്പോൾ 18 എഴുതി, റൈറ്റിൽ നിന്ന് ഇവിടെ 2 0 ഉള്ള കാരണം 2 സ്ഥാനം നീക്കി നമ്മൾ പോയിൻ്റ് ഇട്ടു. ഓക്കെ, അപ്പോൾ 0.18 മീറ്ററാണ് റേഡിയസ് കിട്ടുക. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല I = mr² × 0.66. ഇവിടെ എം നമുക്ക് ക്വസ്റ്റ്യനിൽ മാസ് എത്ര തന്നിട്ടുണ്ട്, 73 kilograms തന്നിട്ടുണ്ട്. R നമ്മൾ കണ്ടുപിടിച്ചു 0.18 ആണ്. അപ്പോൾ ഇനി ഡയറക്റ്റ് നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. M73 × r² എന്ന് പറയുമ്പോൾ 0.18ൻ്റെ സ്ക്വയർ, അതായത് 0.18 × 0.18 പിന്നെന്താണ് ഈ 0.66. അപ്പോൾ ഗുണിച്ചിട്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര സ്ഥാനം നീക്കി കുത്തിടണം, റൈറ്റിൽ നിന്ന് 1 2 3 4 5 6. ഓക്കെ, 6 സ്ഥാനം നീക്കി കുത്തിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.56 kg/m² എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 50 Hz 4 poles എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 50 Hz ഉള്ള 4 poles ഉള്ള ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഏതാണ് സ്പീഡ് പറഞ്ഞത്, 1425 RPM ആണ്. സ്ലിപ്പ് ഓഫ് മോട്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ മോട്ടോർ വിൽ ബി റെസ്പെക്റ്റീവ്ലി ഡാഷ്. എന്താണ് സ്ലിപ്പ് ഓഫ് മോട്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡയറക്ഷനിലുള്ളതും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോട്ടറിലുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ NS കാണാനുള്ള ഫോർമുല നമുക്കറിയാം, 120 × F /P ആണ്. ഇവിടെ ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്, 50 Hz തന്നിട്ടുണ്ട്. P = എത്ര പോൾസ് ആണ് പറഞ്ഞത്, 4 പോൾസ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 120 × F എത്രയാണ്, 50 /4. അപ്പോൾ 120 × 50 /4 ചെയ്യുമ്പോൾ 4 12 3 30. ഓക്കെ, 5 × 3 15, പിന്നെ ആ 2 0 കൂടി എടുത്തെഴുതാം. അപ്പോൾ NS എത്ര കിട്ടി, 1500 കിട്ടി. അത്രയും RPM ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി അപ്പോൾ S കാണാനായിട്ട് എന്താണ്, NS - NR /NS ആണ്. അതായത് എത്രയാണ്, NS നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്, 1500 മൈനസ് NR എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, 1425 ആണ്. അപ്പോൾ 1425 എത്ര, 1500. അപ്പോൾ എത്ര കിട്ടും, 1500 നിന്നും 1425 മൈനസ് ചെയ്യുമ്പോൾ
ഓക്കെ 75 കിട്ടും. 75 ഡിവൈഡഡ് ബൈ 1500 ആണ്. അപ്പോൾ അത് വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്കെന്ത് കിട്ടും? 0.5 കിട്ടും. ഇനി എസ് ബി കാണാൻ എന്താ? 2 മൈനസ് എസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് 0.05 ആണ്. അപ്പോൾ അത് എന്താണ്? 2ൽ നിന്നും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മൈനസ് ഓക്കെ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.05 കിട്ടും. അപ്പോൾ എസ് കാണാനായിട്ട് എന്ത് വേണം? 2 മൈനസ് എസ് ആണ്. അതായത് 2 മൈനസ് 0.05 ആണ് അല്ലേ? അപ്പോൾ 2.00 മൈനസ് 0.05 നോക്കുക. 1 ഓക്കെ 1.95 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ 1.95. അപ്പോൾ ഏതാവും? സ്ലിപ്പ് ഓഫ് മോട്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ 0.05ഉം പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്രയാവും? 1.95ഉം. ഓക്കെ, അപ്പോൾ ഉത്തരം കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതെല്ലാം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക. ഓക്കെ, നിങ്ങൾ ഇനി വരുന്ന പ്രോബ്ലംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്തോളൂ, അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ. അറിയാത്തവർ ജസ്റ്റ് ഒരു തവണ ചെയ്ത് നോക്കുക. നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പരീക്ഷ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അയ്യോ ഫോർമുല അതായിരുന്നോ ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ അതില്ലാതാക്കാൻ അറിയുന്നവർ നിർബന്ധമായിട്ടും ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് സൈഡിൽ അത് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അധികം സമയം കളയാനില്ല അല്ലേ? പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ആ നേരത്ത് മുമ്പ് പഠിച്ചതും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ആലോചിച്ച് ഓർത്തെടുത്ത് വരുമ്പോഴത്തേക്കും ടൈം കുറേ പോവും. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പാടില്ല. ഞാൻ വീണ്ടും പറയണു, ഓരോ ക്വസ്റ്റ്യനും നമ്മളെ റാങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. അപ്പോൾ അത്രയും സീരിയസ്നെസ്സോട് കൂടിയിട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, നല്ല രീതിയിൽ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് നോക്കാം. ദ ഫ്രെയിം ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫ്രെയിം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഓക്കെ, ഫ്രെയിം ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. പവർ ഫാക്ടർ ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നു? എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. റോട്ടറിനും സ്റ്റേറ്ററിനും ഇടയിലുള്ള എയർ ഗ്യാപ്പിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ലോപ്പ് ഓഫ് ദ വി ഐ കർവ് ഈസ് 5 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ഇവിടെ സ്ലോപ്പ് ഓഫ് വി ഐ കർവ് നമുക്ക് 5 ഡിഗ്രിയും തന്നിട്ടുണ്ട്. എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അസ്യൂം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും റിലേഷൻഷിപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാവുമ്പോൾ അതെങ്ങനെയാവും എന്നുള്ളത് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്കറിയാം സ്ലോപ്പ് ഓഫ് വി ഐ കർവ് എന്താണ്? റെസിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കത് തന്നേക്കണം 5 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. 5 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആർ ഈക്വൽ ടു ടാൻ ഓഫ് 5 ഡിഗ്രി, അതായത് 0.3443 ആയിട്ടാണ് വരിക അല്ലേ? സ്ലോപ്പ് ഓഫ് ഐ വി കർവ് എന്താവും? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് ഇതിൻ്റെ നേരെ തലതിരിച്ചിട്ടുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആൻസർ 0.3443 ഓംസ് കിട്ടും. ഓക്കെ, റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, 2/3ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 3/2. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതിൻ്റെ റെസിപ്രോക്കൽ. ഇനി അടുത്തത്, ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടർ വെൻ ദ നമ്പർ ഓഫ് സ്റ്റേറ്റർ സ്ലോട്ട്സ് ഈസ് ഈക്വൽ ടു ആൻ ഇൻ്റഗ്രൽ നമ്പർ ഓഫ് റോട്ടർ സ്ലോട്ട്സ് ഡാഷ്. അപ്പോൾ എന്താവും? മെഷീൻ മേ ഫെയിൽ ടു സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും മെഷീൻസിന്. അതായത് നമ്പർ ഓഫ് സ്റ്റേറ്റർ സ്ലോട്ട്സ് ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് നമ്പർ ഓഫ് റോട്ടർ സ്ലോട്ട്സ് ആണ്. അപ്പോൾ മെഷീൻ ഫെയിൽ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോഗിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ 3-phase ഇൻഡക്ഷൻ മോട്ടർ റൺസ് അറ്റ് ഓൾമോസ്റ്റ് 1000 RPM at no load and 950 RPM at full load when supplied with the power of a 50 Hz 3-phase supply.
വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് സ്പീഡ് ഓഫ് ദ റോട്ടർ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ റോട്ടർ? അപ്പോൾ നമുക്കറിയാം സപ്ലൈ ഫ്രീക്വൻസി ഇവർ എത്ര തന്നിട്ടുണ്ട്? 50 ഹെർട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോ ലോഡ് ഉണ്ടാകുമ്പോൾ സ്പീഡ് ഓഫ് മോട്ടർ എത്ര തന്നേക്കണേ? 1000 RPM ആണ് തന്നേക്കണേ. ഇനി ഫുൾ ലോഡ് വയ്ക്കുമ്പോഴോ 950 RPM ആണ് സ്പീഡ് ഓഫ് മോട്ടർ പറഞ്ഞേക്കണേ. അപ്പോൾ നോ ലോഡ് സ്പീഡ് ഓഫ് മോട്ടർ ഏകദേശം 1000 RPM ആയതുകൊണ്ട് സിങ്ക്രോണസ് സ്പീഡ് എത്രയാവും? ഏകദേശം ഈ 1000 RPMൻ്റെ അടുത്ത് തന്നെയാവും അല്ലേ? ഇനി അപ്പോൾ സ്പീഡ് ഓഫ് റോട്ടർ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു റോട്ടർ എത്രയാവും? ഈ 1000 മൈനസ് 950 ചെയ്യുക. 1000 950 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 50 RPM ആണ്. അപ്പോൾ RPM എന്ന് വെച്ചാൽ റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് അല്ലേ? 50 റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് ആൻസർ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ആക്റ്റീവ് പവർ ഇൻ 487H ഇൻഡക്ടർ. എത്രയാവും? ഇൻഡക്ടർ എന്നുള്ളതൊരു ലീനിയർ എലമെൻ്റ് ആണ്. അത് ആകെ എന്താ ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യും റിയാക്റ്റീവ് പവറിനെ. എന്നിട്ട് അതെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. എന്ത് ഫോമിൽ? ഓസിലേറ്റിംഗ് എനർജി ആയിട്ട് അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ വോൾട്ടേജും കറൻറ്റും 90 ഡിഗ്രി ഫേസിലാവുമ്പോൾ അപ്പോൾ ആംഗിൾ എത്രയാവും? വി ആൻഡ് ഐ എത്രയാവും? ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിളും എത്രയാവും? 90 ഡിഗ്രി ആവും. അപ്പോൾ P = VI cos 90. അപ്പോൾ നമുക്കറിയാം 0 വോൾട്ടാണ് കിട്ടുക അല്ലേ? ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 0 ആണ്. അപ്പോൾ 0 വോൾട്ട് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ആക്റ്റീവ് പവർ ഇൻ എ 788 റെസിസ്റ്റർ വിത്ത് 178 ആംപിയർ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. എത്രയായിരിക്കും? നമുക്കറിയാം ഈ ഫോർമുല തന്നെ വെച്ചിട്ട് P = I² ആണ്. ഇവിടെ I നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 178. I² എന്ന് പറയുമ്പോൾ 178 × 178 ഇൻറ്റു R എത്രയാണ് തന്നേക്കണേ? റെസിസ്റ്റർ എത്രയാണ് തന്നേക്കണേ? 788 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24.96 MW ആണ് ആൻസർ വരുന്നത്. ഇനി അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റർ എന്നുള്ളതൊരു ലീനിയർ എലമെൻ്റ് ആണ്. അതെന്ത് ചെയ്യും? റിയൽ പവറിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഹീറ്റിൻ്റെ ഫോമിലാണ് അത് ഡിസിപ്പേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ വോൾട്ടേജും കറൻറ്റും സെയിം ഫേസിലാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എത്രയാവും? 90 ഡിഗ്രിയാണ്. നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഇത് ഫോർമുലയിൽ വാല്യൂസ് അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഡിവൈസ് ഈസ് എ സ്റ്റെപ്പർ മോട്ടർ? സ്റ്റെപ്പർ മോട്ടർ ഏതാണ്? ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് ഒരു സ്റ്റെപ്പർ മോട്ടർ. സ്റ്റെപ്പർ മോട്ടർ എന്താ ചെയ്യുക? അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് ആണ് അല്ലേ? അത് എന്തിനെ കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ പൾസസിനെ ഡിസ്ക്രീറ്റ് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് സ്റ്റെപ്പർ മോട്ടർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് പൾസസ്. അപ്പോൾ എന്തായിരുന്നു? സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് സ്റ്റെപ്പർ മോട്ടർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് പൾസസ്. ഇനി വേറെ അതർ ഓപ്ഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറിന് ഫുൾ ടോർക്ക് എപ്പോഴാണ്? സ്റ്റാൻഡ് സ്റ്റിൽ മോഡിൽ അല്ലേ? ലെങ്ത് ഓഫ് റൊട്ടേഷൻ എന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് എന്തിന്? നമ്പർ ഓഫ് ഇൻപുട്ട് പൾസസ് അപ്ലൈഡ്. എത്ര ഇൻപുട്ട് പൾസസ് അപ്ലൈ ചെയ്തോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് ലെങ്ത് ഓഫ് റൊട്ടേഷൻ. അതായത് ലെങ്ത് ഓഫ് റൊട്ടേഷൻ കൂടുന്തോറും നമ്പർ ഓഫ് ഇൻപുട്ട് പൾസസും കൂടും. ലെങ്ത് ഓഫ് റൊട്ടേഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇൻപുട്ട് പൾസസും കുറയും. ഇനി സോളനോയിഡ്സ് ആർ യൂസ്ഡ് ആസ് ഇലക്ട്രിക്കൽ ആക്ച്വേറ്റേഴ്സ്. ഇനി അടുത്തത്, സ്റ്റെപ്പർ മോട്ടേഴ്സ് ആർ എക്സ്ട്രീംലി റിലയബിൾ. ട്രൂ ഓർ ഫോൾസ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അവിടെ ബ്രഷസും മോട്ടറുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പർ മോട്ടേഴ്സ് നമുക്ക് റിലയബിളാണ്, വളരെയധികം റിലയബിളാണ്. ലൈഫ് ഓഫ് മോട്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ലൈഫ് ഓഫ് ദ ബിയറിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ മോട്ടറിൻ്റെ ലൈഫ് നിലനിൽക്കുന്നത്. വൈഡ് റേഞ്ച് ഓഫ് റൊട്ടേഷണൽ സ്പീഡ് ഇതിന് പോസിബിളാണ്. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് റൊട്ടേഷൻ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഡാഷ്. ലെങ്ത് ഓഫ് റൊട്ടേഷൻ എന്താണ്? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? നമ്പർ ഓഫ് ഇൻപുട്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് ലെങ്ത് ഓഫ് റൊട്ടേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടർ? ആ നോട്ടൊക്കെ കാണുമ്പോൾ അപ്പം തന്നെ അടിയിൽ വരയ്ക്കുക, അല്ലെങ്കിൽ ഉത്തരം നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോട്ട് ദ ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടർ? സ്റ്റെപ്പർ മോട്ടറിൻ്റെ ടൈപ്പ് അല്ലാത്തത്.
വേരിയബിൾ മാഗ്നറ്റാണ്. ബാക്കി 3 ഏതൊക്കെയായിരുന്നു? വേരിയബിൾ റിലക്റ്റൻസും പെർമനൻറ്റ് മാഗ്നറ്റും ഹൈബ്രിഡും എല്ലാം ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടറാണ് അല്ലേ? വേരിയബിൾ മാഗ്നറ്റ് ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടർ. വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൽ എന്തുണ്ട്? ഒരു സോഫ്റ്റ് അയേൺ, മൾട്ടി ടൂത്ത്ഡ് റോട്ടർ, പിന്നെ ഒരു വൂണ്ട് സ്റ്റേറ്റർ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷനായ പെർമനൻറ്റ് മാഗ്നറ്റോ, അതിൽ സ്റ്റെപ്പർ മോട്ടേഴ്സ് ഹാവ് റോട്ടർ മെയ്ഡ് അപ്പ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റോട്ടേഴ്സാണുള്ളത്. ഇനി സി എന്നുള്ള ഓപ്ഷനിൽ കാണിച്ചിരിക്കുന്ന ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ എന്താണ്? അത് ബെറ്റർ പെർഫോമൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനായിട്ട് ബന്ധപ്പെട്ടിട്ട്? സ്റ്റെപ്പ് റെവല്യൂഷൻ, ടോർക്ക്, സ്പീഡ്, ഇതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബെറ്റർ പെർഫോമൻസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ABC എന്നുള്ളത് ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടറാണ്, പക്ഷേ ഡി ഇതിൽ പെടാത്തതാണ്. ഇനി അടുത്തത് സ്റ്റെപ്പർ മോട്ടർ ഈസ് എ ബാഡ് ചോയ്സ് വെൻ എവർ കൺട്രോൾ മൂവ്മെൻറ്റ് ഈസ് റിക്വയർഡ്. ട്രൂ ഓർ ഫോൾസ്? എന്താണ്? തെറ്റാണ് അല്ലേ? ഒരു സ്റ്റെപ്പർ മോട്ടർ എന്നുള്ളത് ഒരു ഗുഡ് ചോയ്സ് ആണ്. ഇപ്പോൾ കൺട്രോൾ മൂവ്മെൻറ്റ് ആവശ്യമുള്ളപ്പോഴെല്ലാം സ്റ്റെപ്പർ മോട്ടർ എന്നുള്ളത് ഒരു ഗുഡ് ചോയ്സ് ആണ്. അതിന് നമ്മൾ ആപ്ലിക്കേഷൻസിൽ ഒരു റൊട്ടേഷൻ ആംഗിളൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്പീഡ്, പൊസിഷൻ, സിങ്ക്രണൈസും അതൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ സ്റ്റെപ്പർ മോട്ടേഴ്സ് നമ്മൾ പല ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിലും ഉപയോഗിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സോഫ്റ്റ് അയൺ മൾട്ടി ടൂത്ത്ഡ് റോട്ടർ ആൻഡ് വൂണ്ട് സ്റ്റേറ്റർ ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇതിലാണ് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൽ. വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൽ എന്തുണ്ട്? സോഫ്റ്റ് അയൺ മൾട്ടി ടൂത്ത്ഡ് റോട്ടർ ഉണ്ട്, ഒരു വൂണ്ട് സ്റ്റേറ്റർ ഉണ്ട്. ഈ സ്റ്റേറ്റർ വൈൻഡിങ് എനർജൈസ് ചെയ്യാണ് നമ്മൾ DC കറണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോൾസ് മാഗ്നറ്റൈസ്ഡ് ആവും. പിന്നെന്ത് സംഭവിക്കും? ടീത്ത് ഓഫ് റോട്ടർ എന്തിനോട് അട്രാക്റ്റഡ് ആവും? എനർജൈസ്ഡ് സ്റ്റേറ്റർ പോൾസിനോട് അട്രാക്റ്റഡ് ആവും. അങ്ങനെ റോട്ടർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റ് മോട്ടോഴ്സും present in the options do not consist of such elements. ബാക്കിയുള്ളതിലൊന്നും എന്താണ്? ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉണ്ടാവില്ല. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടർ ഹാവ് ലോ കോസ്റ്റ് ആൻഡ് ലോ റെസൊല്യൂഷൻ മോട്ടർ? ഏത് തരം സ്റ്റെപ്പർ മോട്ടറിനാണ് ലോ കോസ്റ്റും ലോ റെസൊല്യൂഷൻ മോട്ടറുമായിട്ടുള്ളത്? പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറാണ്. പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറിൽ ലോ കോസ്റ്റ് ആണ്, ലോ റെസൊല്യൂഷൻ ടൈപ്പ് മോട്ടറാണ്. അതിൻ്റെ സ്റ്റെപ്പ് ആംഗിൾ എത്രയാവും? 7.5% തൊട്ട് 15% വരെ. ഈ ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടറിൽ ഒരു റോട്ടർ ഉണ്ടാവും. അത് എന്താവും? ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. മറ്റ് മോട്ടേഴ്സിൽ ഈ പറയുന്ന ഓപ്ഷനിലുള്ളതിലൊന്നും എന്താണ്? ലോ കോസ്റ്റ് അല്ല, അതുപോലെ തന്നെ ലോ റിഡൻഡൻസി അല്ല. ഓക്കെ, ഇനി അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ? ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ പ്രോപ്പർട്ടി ആയത് ഏതാണെന്ന് ചോദിച്ചേക്കണേ. ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ നമുക്കറിയാം ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു സ്റ്റെപ്പ് റെസൊല്യൂഷൻ. നെക്സ്റ്റ്, എ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ പ്രൊവൈഡ്സ് ബെറ്റർ പെർഫോമൻസ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റെപ്പ് റെസൊല്യൂഷൻ, ടോർക്ക് ആൻഡ് സ്പീഡ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ദ അതർ 2 സ്റ്റെപ്പർ മോട്ടേഴ്സ്. മറ്റ് 2 സ്റ്റെപ്പർ മോട്ടേഴ്സിനെക്കാട്ടും ഇത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. ദിസ് മോട്ടർ ഹാസ് അഡ്വാൻറ്റേജസ് ഓഫ് ബോത്ത് വേരിയബിൾ റിലക്റ്റൻസ് ആൻഡ് പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടേഴ്സ്. ഇതിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? വേരിയബിൾ റിലക്റ്റൻസിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്. മറ്റ് ഫങ്ഷൻസ്, ഈ ഓപ്ഷൻസിൽ പറയുന്ന മറ്റ് ഫങ്ഷൻസൊക്കെ എന്തായിരുന്നു? മറ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടറിനെയാണ് പറയുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മെയിൻ സെലക്ഷൻ ക്രൈറ്റീരിയ ഓഫ് എ സ്റ്റെപ്പർ മോട്ടർ? താഴെ തന്നിട്ടുള്ളതിൽ നോട്ട്, അത് മാർക്ക് ചെയ്യുക. മെയിൻ സെലക്ഷൻ ക്രൈറ്റീരിയ അല്ലാത്തത് ഏതിൻ്റെ? ഒരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ സ്പീഡ് നോക്കില്ല അല്ലേ, പക്ഷേ റെസൊല്യൂഷൻ റിക്വയർഡ് നോക്കും, ഡ്രൈവ് മെക്കാനിസം കമ്പോണൻറ്റ് റിക്വയർഡ് അതും നോക്കും, ടോർക്ക് റിക്വയർഡ് അതും നോക്കും. പക്ഷേ സ്പീഡ് ഇതിൽ പെടാത്തതാണ്. ഈ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ പെടാത്തതാണ് സ്പീഡ്. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? റെസൊല്യൂഷൻ റിക്വയർഡ്, ഡ്രൈവ് മെക്കാനിസം കോമ്പണൻറ്റ്, പിന്നെ ഓപ്പറേറ്റിംഗ് പാറ്റേൺ റിക്വയർഡ് സച്ച് ആസ് ഏതൊക്കെയായിരുന്നു? സീക്വൻസിങ്, ആക്സിലറേഷൻ, പിന്നെ ടോർക്ക് റിക്വയർഡ് ഒക്കെ.
ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ സ്റ്റെപ്പ് ആംഗിൾ ഓഫ് എ സ്റ്റെപ്പർ മോട്ടർ. ഒരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഈ സ്റ്റെപ്പ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? 360 × PH/NPH. അതിൽ NPH എന്നുള്ളത് നമ്പർ ഓഫ് ഈക്വലൻറ്റ് പോൾസ് ആണ്, പോൾസ് പെർ ഫേസ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോട്ടർ പോൾസ്. ഇനി PH എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫേസസ് ആൻഡ് N എന്തായിരുന്നു? N is the total number of poles in all phases. എല്ലാ ഫേസസിലുമുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോൾസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്റ്റെപ്പ് ആംഗിൾ ഓഫ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ സ്റ്റെപ്പ് ആംഗിൾ എത്രയാണ്? 0.9 to 3.6 ഡിഗ്രി. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള സ്റ്റെപ്പ് ആംഗിൾ ഓഫ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ അതിൻ്റെ റേഞ്ച് 0.9 ഡിഗ്രി തൊട്ടിട്ട് 3.6 ഡിഗ്രീസ് ആണ്. അതായത് 100 to 400 സ്റ്റെപ്സ് പെർ റെവല്യൂഷനാണ്. സ്റ്റെപ്പ് ആംഗിൾ എന്തായിട്ടാണ് നമുക്ക് തരുന്നത്? 360 × PH/NPH. ഇവിടെ NPH എന്നുള്ളത് നമ്പർ ഓഫ് ഈക്വലൻറ്റ് പോൾസ് പെർ ഫേസ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോട്ടർ പോൾസ്. PH എന്തായിരുന്നു? നമ്പർ ഓഫ് ഫേസസ്. അതിൽ N ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ഇൻ ഓൾ ഫേസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് സ്റ്റെപ്പർ മോട്ടർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് ടോർക്കിനെയാണോ, നമ്പർ ഓഫ് ഇൻപുട്ട് പൾസസിനെയാണോ, ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് പൾസസിനെയാണോ, അതല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ആണോ എന്ന്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അറിയുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.